VD സതീശന് വേണ്ടി തന്നെ ആരവം ഉയർത്തി ആ അണികൾ, ആ പ്രവർത്തകർ, അങ്ങനെ അവരുടെ കാത്തിരിപ്പിന് കൂടി വിരാമമാകുകയാണ്. മുഖ്യമന്ത്രി അധികാരമേറ്റതിന് പിന്നാലെ മറ്റു മന്ത്രിമാർ ഇപ്പോൾ സത്യവാചകം ചൊല്ലാനായി എത്തുന്നു. PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. PK കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ സത്യവാചകം ചൊല്ലി മന്ത്രിയായി അധികാരമേറ്റെടുക്കുന്നു. നിയമസഭയിലേക്ക് 7ാം തവണയാണ് അദ്ദേഹം എത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തുന്ന വ്യക്തി എന്നതുകൂടിയുണ്ട്. മുൻ ചരിത്രങ്ങളെയൊക്കെ തിരുത്തുന്ന ഭൂരിപക്ഷമാണ് ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടി സ്വന്തമാക്കിയത്. അങ്ങനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ VD സതീശൻ ക്യാബിനറ്റിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത, മുഖ്യമന്ത്രിക്ക് പിന്നാലെ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടി മാറുകയാണ്. ആദ്യം മുഖ്യമന്ത്രിയുടെ സത്യവാചകം, അത് അണികൾ, പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് PK കുഞ്ഞാലിക്കുട്ടി 7ാം തവണയും നിയമസഭയിലേക്ക് എത്തുന്നത്. സീനിയർ നേതാവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ വിവരങ്ങൾ കൂടി വന്നിരുന്നു. അങ്ങനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 7ാം തവണ PK കുഞ്ഞാലിക്കുട്ടി VD സതീശൻ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം, അനുഭവ സമ്പത്ത് വലിയ മുതൽക്കൂട്ടാകും ഈ മന്ത്രിസഭയുടെ, ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിന് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. സത്യവാചകം ചൊല്ലി ഇപ്പോൾ ഗവർണർ അദ്ദേഹത്തിന് പൂച്ചെണ്ട് നൽകുന്നുണ്ട്. അദ്ദേഹം മറ്റു ഉള്ള ആളുകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അവർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.